മഴക്കാലം പനിക്കാലമാകുന്ന പതിവ് കാഴ്ചയ്ക്കപ്പുറം സാംക്രമിക രോഗങ്ങളാൽ മലയാളി ആശുപത്രിയിലെത്തുന്ന ദിവസങ്ങളാണ് ഈ കടന്നുപോകുന്നത്. പകർച്ചപ്പനിയും ഡെങ്കിപ്പനിയും എലിപ്പനിയും മുതൽ ഷിഗല്ല വരെ കേരളത്തിൽ പടർന്നു പിടിക്കുകയാണ്. ജീവനെടുക്കുന്ന പനിക്കണക്ക് കടുത്ത ആശങ്കയാണ്. ഒരൊറ്റ ദിവസം 12,000-ലധികം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. ഒരു കണക്ക് പറയാം. ഈ മാസം ഇതുവരെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത പനിബാധിതരുടെ എണ്ണം 1,21,844 ഇന്നലെ മാത്രം ചികിത്സ തേടിയത് 12,400-ലധികം ആളുകൾ. മുൻമാസങ്ങളിലേക്കാൾ 4,000-ലധികം ആളുകളാണ് ഇപ്പോൾ ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്നത്. ഇതിനൊപ്പമാണ് ഇടുത്തി പോലെ ഷിഗല്ലയും മഞ്ഞപ്പിത്തവും മുതൽ വെസ്റ്റ് നൈൽ വരെ. പകർച്ചവ്യാധികളുടെ പെരുമഴക്കാലമാണ്. കാലവർഷം തുടങ്ങി ആദ്യ ആഴ്ച തന്നെ പകർച്ചപ്പനി കാര്യമായി പടർന്നു. 9,000-ൽ താഴെ ആളുകൾ ചികിത്സ തേടിയെടുത്ത് കണക്ക് 12,000 കടന്നു. പനി ബാധിച്ച് ഇന്നലെയും ഇന്നുമായി 2 പേർ കൂടി മരിച്ചു. കണ്ണൂർ പാനൂരിലാണ് പനിമരണം സ്ഥിരീകരിച്ചത്. ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുന്ന പനിബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഈ വർഷം ജൂൺ ആയപ്പോഴേക്കും പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 9 ലക്ഷം കടന്നു. കടുത്ത ആശങ്കയിൽ ഷിഗല്ല വ്യാപനവും വലയ്ക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് ഒടുവിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇന്നലെ 18 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഷിഗല്ല ബാധിച്ച് ഈ മാസം മരിച്ചത് 2 പേർ. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിലെ ബേക്കറിയിൽ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇന്ന് പഞ്ചായത്ത് ഗൗരവ സാഹചര്യം വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾ സജീവമാക്കി. ഇതിനൊക്കെ പുറമെയാണ് ഡെങ്കിപ്പനിയും. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഇന്ന് മരണം സ്ഥിരീകരിച്ചു. പൊമ്പ്ര അമ്പലംപാടം കന്നിച്ചാലിൽ മറിയയാണ് മരിച്ചത്. ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം, വെസ്റ്റ് നൈൽ പനി തുടങ്ങിയ രോഗങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ 56 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. ഈ വർഷം ഇതുവരെ 10 വെസ്റ്റ് നൈൽ കേസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിലെ പാളിച്ചയടക്കം ഒരു ഭാഗത്തെ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നുണ്ട്. അപ്പോഴും സംസ്ഥാനത്തെ പനി വ്യാപനത്തിന്റെ കണക്ക് ആശങ്കപ്പെടുത്തുകയാണ്. സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി കൂട്ടി വായിച്ചാൽ സംസ്ഥാനത്തെ പകർച്ചപ്പനി വ്യാപനത്തിന്റെ വ്യാപ്തി മനസ്സിലാകും. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.